ഹലോ ഫുഡ് ലവേഴ്സ് വാട്സാപ്പ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മുംബൈ സ്ട്രീറ്റ് സ്റ്റൈൽ വൈബൊക്കെ ആയിട്ട് ഒരു ക്രീമി ബട്ടറി സ്പൈസി ആയിട്ടുള്ള ഒരു പാവ് ഭാജി റെസിപ്പി ആയിട്ടാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാലേ നിങ്ങൾ നേരെ മുംബൈയിലേക്ക് ടെലിപ്പോർട്ടായി പോയിക്കോളും. അത്ര നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ ഇംപെർഫെക്റ്റ്ലി ഡിലീഷ്യസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ആദ്യം കുറേ വെജിറ്റബിൾസ് എടുക്കണം. ഇത് ഒരു മിക്സ് ഓഫ് വെജിറ്റബിൾസ്, കുറച്ച് കോളിഫ്ലവറും കുറച്ച് പൊട്ടറ്റോയും ക്യാപ്സിക്കമും ബീൻസും ഗ്രീൻ പീസും എല്ലാം കൂടെ നമ്മൾ നമ്മൾ പ്രഷർ കുക്ക് ചെയ്യണം. പിന്നെ ഇതിനകത്ത് നമ്മൾ ചിലർ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഇടാറുണ്ട്. ബോംബെയിൽ സാധാരണ ബീട്രൂട്ട് ഇടും. ബീട്രൂട്ട് ഇട്ട് കഴിഞ്ഞാലില്ലേ ബാജിക്ക് നല്ലൊരു കളറാണ്, പക്ഷേ ഒരു സ്വീറ്റ്നെസ്സും കിട്ടും. അപ്പം നിങ്ങൾക്ക് സ്വീറ്റ്നെസ്സിന് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്കതിടാം. എനിക്ക് ബാജിക്ക് സ്വീറ്റ്നെസ് വേണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനതിട്ടില്ല. അപ്പം വെജിറ്റബിൾസിനെ നല്ലപോലെ പ്രഷർ കുക്ക് ചെയ്ത് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല. പ്രഷർ കുക്ക് ചെയ്തിട്ട് നല്ലപോലെ അതിനെ ഒന്ന് മാഷ് ചെയ്യണം. സാധാരണ നമുക്കിത് കുക്കിംഗ് പ്രോസസ്സിലെ സമയത്തും ചെയ്യാം, പക്ഷേ എൻ്റെ പാൻ ഇവിടെ ചെറുതായതുകൊണ്ട് ഞാനിപ്പം അന്നേരം മാഷ് ചെയ്യുന്നില്ല. ഇപ്പം തന്നെ മാഷ് ചെയ്തിട്ട് നല്ലപോലെ ഇത് മാഷ് ചെയ്യണം, എന്നാലേ ആ ഒരു ക്രീമി ടെക്സ്ചർ വരത്തുള്ളേ. അപ്പോൾ ഇതിനെ നല്ലപോലെ മാഷ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു വെള്ളം, നമ്മൾ ബോയിൽ ചെയ്ത വെള്ളമില്ലേ, അത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കൂട്ടാൻ വേണ്ടി. എന്നിട്ട് നമുക്കിവിടെ ഒരു പാനിനകത്തേക്ക് ഒരു ഇത്തിരി എണ്ണ എടുക്കാം. കാരണം ഇത് സാധാരണ ഉണ്ടാക്കുന്ന ബട്ടറല്ല, പക്ഷേ ബട്ടർ കരിയാതിരിക്കാൻ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ബട്ടറിനകത്ത് പിശുക്ക് വേണ്ട, നല്ലപോലെ ബട്ടർ ഇട്ടോ. അതിനകത്തേക്ക് നമുക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തത് അതിനകത്ത് നല്ല ബാരീക്ക് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഒരു 2-3 മിനിറ്റ്സ് സോട്ടയൊക്കെ ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് അതിനെ നല്ലപോലെ സോട്ടേ ചെയ്യുക. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരും. പിന്നെ അതിനകത്തേക്ക് നമുക്ക് തക്കാളി ഇട്ടിട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കാരണം ബോംബെ സ്ട്രീറ്റ് ഫുഡ് ആണെങ്കിലില്ല, ആ ഒരു സ്പൈസ് ലെവലിൽ കുറച്ചൊരു ഹൈ സ്പൈസ് ലെവൽ അവിടെ. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസ് അധികം വേണ്ടെങ്കിൽ പച്ചമുളക് അവോയ്ഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഉപ്പും മസാലയ്ക്കകത്ത് നമ്മൾ കുറച്ച് ടെർമറിക് പൗഡറും കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണും പിന്നെ ഞാനിവിടെ എവറസ്റ്റിൻ്റെ പാവ് ഭാജി മസാല യൂസ് ചെയ്യുന്നത്, അതൊരു 2 ടീസ്പൂൺ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യണം. അന്നേരത്തേക്ക് അതിൻ്റെ മസാലയൊക്കെ നല്ലപോലെ കുക്കായിട്ട് ആ ഓയിലൊക്കെ ഒന്ന് പ്രോപ്പർ സെപ്പറേറ്റ് ആയി വരുന്നവരെ ഒരു 2-3 മിനിറ്റ്സ് നല്ലപോലെ അതിനെ സോട്ടേ ചെയ്യണം. എന്നിട്ട് നമുക്ക് ബാക്കി ഈ മാഷ് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ സാധാരണ റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ ഫുഡ് കളറൊക്കെ യൂസ് ചെയ്യും, നമ്മൾ ആ റെഡ് കളർ കിട്ടാൻ വേണ്ടി. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുകൊണ്ട് നല്ലൊരു റെഡ് കളർ വരുന്നുണ്ട്. പിന്നെ ഇനി റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീട്രൂട്ട് യൂസ് ചെയ്യാം. ബീട്രൂട്ട് യൂസ് ചെയ്താലും നമുക്ക് ബാജിക്ക് നല്ലൊരു കളർ കിട്ടുമേ. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ആ വെജിറ്റബിൾ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഈ കൺസിസ്റ്റൻസി മതി. സാധാരണ പാവ് ഭാജി ഉണ്ടാക്കുമ്പം ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇത് കഴിക്കുന്നത്, ഇതിങ്ങനെ വെള്ളം മാതിരിയല്ല കഴിക്കുന്നത്. അപ്പം ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് നമുക്ക് മല്ലിയില ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ്സ് അതിനെ നല്ലപോലെ കുക്ക് ചെയ്യാം. സെയിം ബോംബെയുടെ അതേ ടേസ്റ്റ്, മുംബൈയുടെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാം. ഇത് സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളിത് എന്തായാലും ഇതേ റെസിപ്പി ഫോളോ ചെയ്തിട്ടുണ്ടാക്കണം. എന്താ പറയുന്നത്, ഇത് കഴിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ബോഡി കേരളത്തിലിരിക്കുകയും ചെയ്യും, നമ്മുടെ സോള് നേരെ ടെലിപ്പോർട്ടായിട്ട് മുംബൈ സ്ട്രീറ്റിലേക്ക് എത്തും. അത്ര ടേസ്റ്റി ആയിരുന്നു ഇതുണ്ടാക്കിയപ്പം. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഇങ്ങനത്തെയൊക്കെ റെസിപ്പീസിന് വേണ്ടി എൻ്റെ ചാനലിനെ ഫോളോ ചെയ്യണം. പിന്നെ ഇത് നമ്മൾ കഴിക്കുന്ന പാവിൻ്റെ കൂടെ. അപ്പോൾ പാവിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട്, റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഫോളോ, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.